വയനാട് ദുരന്തം അല്ലേ? വയനാട് ദുരന്തം നമ്മളെ ആകെപ്പാടെ അങ്ങ് വിഷമിപ്പിച്ചിരിക്കുന്ന സമയമാണ്. ഇപ്പോഴും എത്ര പേരുണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്കാണ് നമ്മളിപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഓരോ നിമിഷം കഴിയുന്തോറും ഈ മരിച്ചവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. വലിയൊരു ദുരന്തമായിപ്പോയി. ദുരന്തം എന്ന് പറയുന്നത് ഞാൻ പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞു, ഉരുൾപൊട്ടി സാധാരണ കേസിലൊക്കെ നമ്മൾ ഉരുൾ പൊട്ടുന്നത് കേട്ടു, അത് മാറും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇത് പ്രദേശം തന്നെ ഇല്ലാതാക്കിയ ഒരു ദുരന്തം. രക്ഷപ്പെട്ടവരും രക്ഷപ്പെടാത്തവരും എല്ലാം കൊണ്ടും സമ്മിശ്രമായൊരു പ്രതികരണം. രക്ഷപ്പെട്ടവർക്ക് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ, ഈ ചത്തയിന് സമമായ അവസ്ഥയാണ്. എല്ലാം നഷ്ടപ്പെട്ടു, വീടും പോയി, ഇനി നാളത്തേക്കുള്ള ഉടിതുണി പോലും ഇല്ലാത്ത അവസ്ഥ. ചിലർ അതിൽ തന്നെ രക്ഷപ്പെട്ട ചിലരുടെ ബന്ധുക്കൾ, സഹോദരങ്ങൾ പോയി, അമ്മ പോയി, അച്ഛൻ പോയി, എല്ലാം പോയി. ഞാൻ മാത്രം രക്ഷപ്പെട്ടത് എന്തേ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടർ. അതിനിടയിൽ എല്ലാവരും നഷ്ടപ്പെട്ടു പോയ മറ്റു ചിലർ. ഒന്നും പറയണ്ട. എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു വിഷമപ്പിടിക്കുന്ന ആളുകൾ തന്നെയാണല്ലേ. ഇതിനിടയിൽ ചില കഥകളൊക്കെ വരുന്നുണ്ട്. കഥകൾ എന്ന് പറയാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഈ രക്ഷപ്പെട്ടവരുടെ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ആനയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യമാണ്. ഇതിനൊക്കെ വേറൊരു പ്രത്യേകതയുണ്ട്. ഈ ദുരിതം നടക്കുമ്പോൾ എല്ലാം തന്നെ നമ്മൾ കെട്ടിയിടുന്ന മൃഗങ്ങളല്ല. പട്ടിയെ കൂട്ടിലിട്ട് അടച്ചു കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഈ നടക്കുന്ന മൃഗങ്ങൾ ഈ ഇത്രയും ദിവസം ഇവിടെ തന്നെ ഈ ഉരുൾപൊട്ടുണ്ടായ സ്ഥലത്ത് തന്നെ ഇത്രയും വലിയ അപകടം ഉണ്ടായിട്ട് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. എന്നിട്ട് ഒരാന പോലും അതിനകത്ത് അകപ്പെട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ടതാണ്. അതുപോലെ പട്ടികളുടെയൊക്കെ ശവശരീരം അപൂർവമായിട്ടേ കിട്ടിയിട്ടുള്ളൂ. അത് ചിലപ്പം കെട്ടിയിട്ട് വളർത്തുന്നതായിരിക്കാം. ജീവികൾക്ക് പ്രകൃതിയിലെ ചില മാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ മുതൽ കേട്ടിട്ടുള്ളതാണ്. ചില മഴ വരുന്നതിന് മുമ്പ് ചില മഴക്കോള് പോലും കാണത്തില്ല. കാക്കകളും കിളികളും ഒക്കെ ബഹളം കൂട്ടി അടുത്തുള്ള മരത്തിലേക്ക് ചേക്കേറുമ്പം നമ്മൾ മഴയുടെ സൂചന കാണും. അങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ പുരയിടത്തിൽ തന്നെ എവിടെങ്കിലും ഒരു ചേരയോ പാമ്പോ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബാത്റൂമുകളുണ്ടെങ്കിൽ അത് കുഴയ്ക്കും. പക്ഷെ അന്നേരമൊന്നും നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒന്നും കാണത്തില്ല. പക്ഷെ അല്പസമയത്തിന് ആവശ്യത്തിൽ ചിലപ്പം മണം പിടിച്ച് കണ്ടുപിടിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പ്രകൃതിയുടെ ഏത് കാര്യവും ഈ മൃഗങ്ങൾക്ക് ആദ്യമേ തന്നെ മനസ്സിലാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് പല ഉദാഹരണങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു അമ്മ പറഞ്ഞൊരു കഥയുണ്ട്. അമ്മയും കൊച്ചുമകളും കൂടെ ഈ ഉരുൾപൊട്ടലുണ്ടായതിന് ശേഷം രക്ഷപ്പെട്ട് നീന്തി, എങ്ങനെയൊക്കെയോ നീന്തി, കറണ്ടില്ലാത്ത അവസ്ഥയാണ്, നീന്തി ഒരു വനത്തിന് ഏതോ ഒരു മരത്തേൽ കവുങ്ങേൽ എങ്ങാണ്ട് പിടികിട്ടി. അവിടെ കിടന്നു കഴിയുമ്പോൾ 3 ആനകൾ ഇങ്ങനെ അവരെ നോക്കി നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിലൊരു ആനയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞത്രയും ഞങ്ങൾ വളരെ സാഹസികമായിട്ട് രക്ഷപ്പെട്ടു വന്നതാണ്, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അത് കരഞ്ഞു. പിറ്റേന്ന് ആൾക്കാർ വന്ന് രക്ഷപ്പെടുത്തുന്നിടം വരെ ഏകദേശം മണിക്കൂറോളം ഈ ആന ഈ അമ്മയ്ക്കും മകൾക്കും കാവലായിട്ട് അവിടെ നിന്നു എന്നുള്ള കഥ അമ്മ വിവരിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നമുക്ക് ആ കഥയൊന്ന് കേട്ട് നോക്കാം. കേട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. കൊച്ചുമോളിയും വലിച്ച് വെള്ളത്തിൽ പോവുക. ഞാൻ എവിടേക്കാണ് പോകണേ എനിക്ക് ഓർമ്മയില്ല. ഞാൻ നീന്തി വന്നു, കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടുത്ത് എത്തട്ടെ വരെ നീന്തിയപ്പോൾ ഒരു തിണ്ടിന് ഇങ്ങനെ പിടിച്ച് കയറാൻ. അങ്ങനെ കയറി ഇങ്ങനെ പോയപ്പോൾ അവിടെ ആന 3 എണ്ണം ഉണ്ട്. അതിലൊരു കവുങ്ങിൻ്റെ മരം ഉണ്ടായി. ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കൊമ്പനാണ്, ഞങ്ങൾ സ്ഥിരം കാണുന്നതാ. എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വെട്ടുന്ന തൊഴിലാളിയാണ്, മുണ്ടക്കൈ ഡിവിഷനിൽ. ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ മിണ്ടാതെ ചെവിയാട്ടി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ്, ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത്. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ, ഞാനൊന്നും ചെയ്യരുത് എന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ട്. ആനിങ്ങനെ നോക്കി 2 കണ്ണു കൂടി ഇങ്ങനെ വെള്ളം വരിക. എൻ്റെ ആ മരത്തിൻ്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു.
ആ അമ്മ എന്നും കാണുന്ന ആനയാണ്. അപ്പോൾ അമ്മ കാല് പിടിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്, നിനക്ക് കൊല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ കൊന്നു എന്നൊക്കെ പറഞ്ഞു. ആന അവിടെ കണ്ണ്. പക്ഷേ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ആനകൾക്കൊക്കെ നേരത്തെ മനസ്സിലാവുന്നു, അത് ഓടി രക്ഷപ്പെട്ടു പോകുന്നു എന്നൊക്കെ പറയുന്നു. മൃഗങ്ങളെല്ലാം ഓടിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ആന ഇറങ്ങുന്ന ഒരു പ്രദേശമായി പലരും ആനക്കഥ പറയുന്നുണ്ട്. പക്ഷേ പലരും ആനയൊക്കെ ഇറങ്ങുന്ന പ്രദേശമായിട്ട് ഒരു ആനയുടെ മൃതശരീരം പോലും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അതുപോലെ വന്യമൃഗങ്ങളിൽ അങ്ങനെ, അതുപോലെ തന്നെ ഈ നമ്മൾ കെട്ടിയെടുത്ത് വളർത്തുന്ന മൃഗങ്ങൾ കാണും. കാര്യം പട്ടിയെ നമ്മൾ കൂട്ടിലടച്ച് അല്ലെങ്കിൽ കെട്ടിയിട്ടേക്ക്, അതിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പൂച്ചയെ കൂട്ടിയിട്ട് വളർത്തുന്നുണ്ട്, ബാക്കി മൃഗങ്ങളെയൊക്കെ കൂട്ടി, പക്ഷേ കൂട്ടിയിട്ട് വളർത്താത്ത ഒരു മൃഗം പോലും അങ്ങനെ അപൂർവമായിട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട്, പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ഭൂമിക്കുള്ളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ഈ മൃഗങ്ങൾക്കെല്ലാം ഉണ്ട്. അത് നേരത്തെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, അപ്പോൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കുന്നുണ്ട്. വേറെ ഒരു അമ്മയുടെ കഥയും കൂടെ പറയുന്നു. അപ്പം അവർക്ക് ഉറങ്ങാൻ പറ്റിയില്ല, കാരണം ആനകൾ കൂട്ടമായിട്ട് അതിലേക്കൂടെ നടന്നു പോകുന്നു, കറണ്ട് പോലും ഇല്ലാത്ത അവസ്ഥ. ആന നടന്ന് പോവുകയാണ്. ആന എന്തോ കണ്ട് ഭയപ്പെട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആന ഇറങ്ങിയോണ്ട് ഇവർക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഉരുൾ പൊട്ടിയപ്പം അവർക്ക് രക്ഷപ്പെടാൻ പറ്റി എന്നുള്ള, അവർ ഉറങ്ങാതിരിക്കുകയായി. അത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ആനയ്ക്കൊക്കെ നേരത്തെ തന്നെ മനസ്സിലായി ഉരുൾ പൊട്ടാൻ പോകുന്നു, അത് സ്വാഭാവികമായിട്ട് രക്ഷപ്പെട്ടു പോകുന്നു. നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. പിന്നെ ഞങ്ങളാ ഭാഗത്തു കൂടെ ആന വന്നിരുന്നു. അപ്പോൾ ആന വന്നപ്പം ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 1:30 ആയപ്പോഴാണ് എല്ലാവരും ഓടി ഇങ്ങനെ ഉരുൾ പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഉരുൾ പൊട്ടുന്നതിന് മുമ്പ് ആന വന്ന് ഒരു 12:30 ആയപ്പോൾ കുറേ ആന ഉണ്ട്, 1-2 ആനയല്ല, കുറേ ആനകൾ വന്നു. പിന്നെയാണ് 1:30 ആയപ്പോഴാണ് ഉരുൾ പൊട്ടിയത്, ഫസ്റ്റത്തെ പൊട്ടൽ. പിന്നെ ഒരു 2:30 ആയപ്പോഴാണ് രണ്ടാമത്തെ പൊട്ടിലാണ് എല്ലാവരും ഒലിച്ചു പോയത്, വീടും എല്ലാം. ഈ ആന ഇത് ഉരുൾപൊട്ടൽ അതിന് മുമ്പേ തന്നെ അറിഞ്ഞിട്ട് വന്നതായിരിക്കും. ഞങ്ങളെ ഭാഗത്തു കൂടെയൊക്കെ വന്നിട്ടുണ്ട്, എല്ലാ ഭാഗത്തു കൂടെ എത്തിയിട്ടുണ്ട് ആന. അപ്പം ഈ കഥ കേട്ടു. അപ്പം ഞാൻ പറഞ്ഞത് ആനയ്ക്കത് നേരത്തെ മനസ്സിലാകുന്നു, ആനയ്ക്കും മൃഗങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. അവരതിനനുസരിച്ചുള്ള അവർക്ക് രക്ഷപ്പെടാനുള്ള സജ്ജീകരണങ്ങൾ നടക്കുന്നു. അപ്പം മനുഷ്യനൊരു പക്ഷേ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. നേരത്തെ തന്നെ മനസ്സിലായ ചില അമ്മമാരൊക്കെ ഈ ആനയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട അമ്മ തന്നെ പറയുന്നുണ്ട്, എന്തൊക്കെയോ ഒരു സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ, ഒരു പേടിപ്പെടുത്തുന്ന അനുഭവം. അതെന്താണെന്ന് പറഞ്ഞാലിരിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അപ്പം ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു മൃഗങ്ങളെ അതുപോലെ പക്ഷികളെയൊക്കെ നമുക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഭൂമിയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ നേരത്തെ അറിവ് കിട്ടുന്നതാണ് അവർക്ക്. അപ്പം അവരിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട് എന്ന് തോന്നും, അല്ലേ? ഈ കുറച്ച് നാൾ വരെ ഈ വയനാട് എന്ന് പറയുമ്പോൾ വന്യമൃഗങ്ങളെ പേടിച്ച് കഴിയുന്നൊരവസ്ഥയായിരുന്നു. ആന ഇറങ്ങുന്നു, പുലി ഇറങ്ങുന്നു, ആ അവസ്ഥയിലേക്ക് പോയ വയനാട് ഇപ്പം 2 കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ ആന സഹായിച്ചു എന്ന് പറയുമ്പോഴേ അതൊരു സംഭവമല്ലേ, അല്ലേ? അപ്പം ആനയെ സംബന്ധിച്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്, ചില ആനകളൊക്കെ അപകടം വിധിക്കും. പിന്നെ ഇതിൻ്റെ ആവാസ സ്ഥലത്തിലേക്ക് മനുഷ്യരായ നമ്മൾ കയറി ആക്രമിക്കുമ്പോഴാണ് പൊതുവെ വന്യമൃഗങ്ങളെല്ലാം പുറമേക്ക് ഇറങ്ങുന്നത്. ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് കുറ്റക്കാർ. പിന്നെ നാട്ടിലിറങ്ങുകയും മനുഷ്യൻ ജീവിക്കാൻ സ്ഥലം വേണ്ടേ, അപ്പോൾ അവൻ കാട് കയറും, കാട്ടിലേക്ക് പോകുന്നു. അപ്പം ഒരു പരിധിവരെ നമ്മളാണ് കുറ്റക്കാർ. പിന്നെ വേനൽ സമയത്ത് അവിടെ വെള്ളമൊന്നും ഇല്ലാത്തപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങും. ഏത് ജീവനും ജീവൻ നിലനിർത്താനുള്ള തരക്കപ്പാട്, അത് മൃഗങ്ങളായാലും മനുഷ്യനായാലും എല്ലാം. അപ്പോൾ ഇടയിലും നാട്ടിൽ വരുന്നു, ഇതിനിടയിൽ പല സംഭവങ്ങളുണ്ടാകുന്നു. ചിലർ പേടിച്ചാകാം ഒരു പക്ഷേ മരിച്ചു പോകുന്നത്, ഒരു പക്ഷേ ഈ മൃഗങ്ങൾ ആക്രമിച്ച് ചിലവരെ കൊല്ലുന്നുണ്ട്. അതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ ഇങ്ങനെ സ്നേഹമുള്ള മൃഗങ്ങൾ, ചില ആനക്കഥകളും പട്ടിക്കഥകളും ഒക്കെ നമുക്ക് ഈ ദുരന്തത്തിനും പലരും പറയുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്, അല്ലേ? അപ്പോൾ എല്ലാ മൃഗങ്ങളും സന്തോഷമായിട്ട്
ഭഗവത്വത്തോടെ ജീവിക്കുന്ന ഒരു കേരളമല്ലേ? കേരളമെന്നല്ല, ലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ എന്തുമാത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലേ, മൃഗങ്ങളും മനുഷ്യനും എല്ലാം കൂടെ ഒന്നിച്ച്. പക്ഷേ ഇത് ഒരു അത്യാവശ്യ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മൃഗങ്ങളെ നിരീക്ഷിച്ച് ചിലപ്പം പ്രകൃതിയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞെന്നിരിക്കും. അത് ഇനിയുള്ള ഗവൺമെൻറ്റുകളൊക്കെ പഠനവിധേയമാക്കേണ്ടത് അത്യാവശ്യമാണെന്നും എനിക്ക് തോന്നുന്നുണ്ട്. പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഈ ഭൂമിയിൽ നടക്കുന്ന പല കാര്യങ്ങളും മൃഗങ്ങൾ നേരത്തെ അറിയുന്നു, മനുഷ്യനേക്കാൾ ഉപരി എന്ന് പറയും. പ്രത്യേകിച്ച് ദുരന്തങ്ങൾ അല്ലേ നമ്മൾ കേൾക്കുന്നു. അത് എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളത് നമ്മൾ പഠനത്തിന് വിധേയമാക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.